ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങയായിട്ട് മോരുകറിയാണ്. ആദ്യമായിട്ട് നമുക്ക് കുമ്പളങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇച്ചിരി മുഴുപ്പ് കൂട്ടി വേണം അരിഞ്ഞെടുക്കാൻ. ഇപ്പോൾ കുമ്പളങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം, 2 ഉള്ളി കീറിയതും ഇട്ട് കൊടുക്കാം, 2-3 കരിവേപ്പില ഇട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള കഷ്ണത്തിൽ ചേരാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ തൂളി കൊടുക്കാം. കുമ്പളങ്ങ വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വേകാൻ വെക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് വേകാൻ വെക്കാം. നമുക്കതൊന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പം നമ്മുടെ കുമ്പളങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിനുള്ള അരപ്പുകൾ ചേർത്ത് കൊടുക്കാം. അരപ്പിന് വേണ്ട സാധനങ്ങൾ: തേങ്ങായ, 1 നുള്ളി ജീരകം, 2 വെളുത്തുള്ളി കഷ്ണം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, 1 ചുമന്നുള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന തൈര് അടിച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാകണം, തിളച്ച് പോകരുത്. ചൂടായി ഇട്ട് വാങ്ങിയെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ തൂളി കൊടുക്കാം. ഇനി കടുക് മൂപ്പിച്ചെടുക്കാം. നമുക്ക് കടുക് മൂപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം. എണ്ണ മൂത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ മൂപ്പിച്ച് നമുക്ക് ഇനി കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡി. ഒന്ന് ഇളക്കി കൊടുക്കും.